വലിയമലച്ചുവട്ടിൽ രൂപവത്കരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളും അതിനുശേഷം പല സമയങ്ങളിലായി ഒഴിഞ്ഞുപോയി. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. കുമാരൻ്റെ പ്രിയതമ കാർത്തി, അതുപോലെ നമ്മുടെ മറ്റൊരു സഹോദരൻ പ്രേമദാസിൻ്റെ ഭാര്യ പ്രേമ, നമ്മുടെ മിനിറ്റ് നമ്മുടെ നാട്ടിൽ മദ്യം മയക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ സമൂഹത്തെ തീർച്ചയായിട്ടും നമ്മുടെ കാലഘട്ടത്തെ പറ്റി വിലയിരുത്തപ്പെടുമ്പോൾ മാതൃക സമ്പ്രദായങ്ങളോ മാതൃകമായ മേഖലകളിലൊക്കെ താണ്ടി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്പോർട്സ് മേഖലയിൽ ഉന്നത പുറത്തുന്ന വ്യക്തികൾക്ക് പാതയൊരുക്കിയ കലാലയം ഈ വർഷം നമുക്കറിയാം അങ്ങനെ ശ്രീ ഹരി ആലങ്കോടിനെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. ജമ്മുവിൻ്റെ താഴ്വരയിലെ നദികളുടെ ഒഴുകുന്ന ശബ്ദം കേൾക്കാം. അവിടെ വീശുന്ന തണുപ്പുള്ള കാറ്റിൻ്റെ തലോടലേൽക്കാം. അവിടുത്തെ രുചിയേറിയ ഭക്ഷണങ്ങളുടെ രുചി എന്ന് നാവിൽ ഉറപ്പിക്കലാണ്. നമ്മളൊക്കെ പഠിച്ച മൂക്കുതല സ്കൂളിൻ്റെ ആ കാലഘട്ടത്തെ നമുക്ക് ഓർക്കാൻ, ആ നെല്ലിമരത്തിനെ ഓർക്കാൻ, അതിലെ ഓരോ ബിൽഡിങ്ങിൻ്റെയും വരാന്തകളെ ഓർക്കാൻ, അവിടെ ഉണർന്ന് പഠിച്ചെടുക്കാനും മുമ്പ് വേറെ സ്കൂളുകളാണ്. ആ കാലത്ത് ഒരു പക്ഷേ നിങ്ങൾ അവിടെ 5 ആറുമൊക്കെ പഠിക്കുന്നതാണെങ്കിൽ ആ സമയത്തുള്ള അവിടെ പഠിച്ച് ആരാലും അറിയപ്പെടാതെ പോയാണ് എൻ്റെ ഗുരുവിൻ്റെ ഒരു പുസ്തകം ആത്മകഥ ജേണി ഓഫ് കൺവെൻഷൻ. 100 കമ്പികളുള്ള ഒരു ഉപകരണം ലോകപ്രസിദ്ധമാക്കിയ വ്യക്തിയാണ് എൻ്റെ ഗുരു. ഇതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ഡിറ്റ് ശിവകുമാർ ശർമാനാണ്. അദ്ദേഹം കാശ്മീരിലെ ജമ്മുവിലാണ് ജനിച്ചത്. അവിടെ നിന്ന് 10-18 വയസ്സായപ്പോഴേക്കും തന്നെ തൻ്റെ ഉപകരണവുമായി ബോംബെയിലേക്ക് വരികയും പിന്നെ ബോംബെയിൽ തൻ്റെ കർമ്മമണ്ഡലമായി മാറുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം, അവസാന വാചകം, കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എടുത്ത് ബി.എഡിന് പോകാതെ തന്നെ ഒരു 6 മാസം അവിടെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നു. അതിനുശേഷം PSc കിട്ടി. വീണ്ടും 8 വർഷം മുതൽ ഹൈസ്കൂളിൽ അധ്യാപകനാവാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോഴൊക്കെ ആ നെല്ലിമരച്ചുവട്ടിലൂടെ എനിക്ക് എപ്പോഴും നടക്കാൻ കഴിഞ്ഞിരുന്നു. നെല്ലിമരത്തിൻ്റെ മുകളിൽ നിന്ന് നെല്ലിക്കയ്ക്ക് എറിയാത്ത ആൺകുട്ടികൾ മിക്കവാറും ആരും ഉണ്ടായിരുന്നു. ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. അപ്പം നമ്മളൊക്കെ ബാല്യം അത്രയും സുഖസമൃദ്ധമായ ഓർമ്മകളാൽ ധന്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ മൊബൈൽ ഫോണിൻ്റെ ദൃശ്യ ബാഹുല്യത്തിലേക്ക് ശ്രദ്ധ തിരിയാത്ത ഒരു കാലമായിരുന്നു നമുക്കന്ന്. നമുക്ക് വീട്ടിൽ നിന്ന് മൂക്കുതല സ്കൂളിലേക്കുള്ള നടന്നു വരുന്ന വഴികൾ
ആ വഴികളിലെ എല്ലാ സ്വപ്നങ്ങളും നാം കണ്ട ആ വഴികൾ ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. വൈകുന്ന പ്രായത്തിലാണ് നമുക്കൊരു ഒരാൾ നമ്മളൊരു പ്രശ്നം പറയുന്നത് നമ്മളെ ബഹുമാനിക്കുന്നത്. ഡിസംബറിൽ നടക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു, ഞങ്ങൾക്കൊരു വെക്കേഷൻ സമയത്ത് പരിപാടി വെക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടി പങ്കെടുക്കുന്നപ്പോൾ ഈ എൻജോയിങ് കണ്ടുമുട്ടുന്നത്. 79 കഴിഞ്ഞു, 2019 40 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു കൂട്ടായ്മയുടെ രൂപം നൽകുന്നത്. അത്രയും ആ ആളുകളെല്ലാം ഒരുമിച്ച് ഒരു കുടക്കൈ ഇരുത്തിക്കൊണ്ട് കുറച്ചേരം സല്ലിപ്പിക്കുക. അല്ലെങ്കിൽ 1979 ഞങ്ങൾ വിട്ടുപിരിഞ്ഞ് പോരുമ്പോൾ സ്നേഹം തോന്നുന്ന വ്യക്തിത്വമായിരുന്നു. കാരണം ഒരു ഹാർഡ് വർക്ക് എല്ലാം തോന്നുന്നു. നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം തുടരെ. നല്ല എഴുത്തുകാരനായിരുന്നു, ഇന്നും അത് തുടരുന്നു എന്നും അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തെ കുറിച്ചുകൂടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിക്കുകയാണ്, വായിക്കാൻ അനുവദിക്കുന്നത്. മണികണ്ഠൻ പഠിച്ചതായിട്ട് ഒരു ചെറിയ അഹങ്കാരം. പ്രിയപ്പെട്ട 79 ചങ്ങായിമാരെ, ഏവർക്ക് ഈ വിരുന്നിലേക്ക് സ്വാഗതം. ഇപ്പൊ സത്യഭാമയും നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികളും കൂട്ടിയിട്ട് ഈ പൊന്നാട അണിയിച്ചപ്പോൾ, ഈ ആദരം നൽകിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ദേവലാകും, അങ്ങോട്ടൊരു സമ്മാനം കൊടുക്കേണ്ടിയിരുന്നു. ഞാൻ പുറത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഓർമ്മയാണ്. പ്രശസ്തനായിട്ടുള്ള ഒരു ആദിവാസി കലാകാരൻ, അദ്ദേഹത്തിന്റെ പേര് ശീതങ്കൻ കാണി. ഹരിമാഷ കേട്ടിരിക്കും. ഒരു ഗ്രീഷ്മശാഖയിൽ വിടരും അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന, നമ്മളുടെ ഒപ്പം കളിച്ചിരുന്നവരെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാനത് പത്തിയിലാണ് പഠിച്ചത്. പത്തിയിലെ ഏറ്റവും മോശമായി പരാജയപ്പെട്ടൊരു മനസ്സിലായിരുന്നു. എന്നിരുന്നാൽ മുക്കുതല, അതുപോലെ തന്നെ നമ്മുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഷാനി മുക്കുതല എന്നിവർക്കും, അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം, നമ്മുടെ CNTVയുടെ
പ്രാവശ്യത്തെ പിന്നെ പ്രേമദാസൻ പ്രത്യേകം നമുക്ക് നമ്മുടെ പരിപാടി അവതരിച്ച് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്